FCRയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയിരിക്കുന്ന നിയമങ്ങൾ നമ്മുടെ ബിഷപ്പുമാരെ ഭയപ്പെടുത്തുന്നത് എന്തുകൊണ്ടാണ്? FCRയുമായിട്ട് ബന്ധപ്പെട്ട് കേന്ദ്ര ഗവൺമെൻറ് ചെയ്തേക്കുന്നത് ഒരു അമെൻമെൻ്റാണ്. അതായത് അത് മാർച്ച് 25 കൊണ്ടുവന്നതാണ്. ആ അമെൻമെൻറ്റിൽ പറയുന്ന ചില കാര്യങ്ങൾ സാധാരണ നമ്മുടെ യുക്തിക്ക് നിരക്കാത്ത കാര്യങ്ങളാണ്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ FCRIയുടെ ലൈസൻസ് റദ്ദ് ചെയ്യപ്പെട്ടാൽ, അല്ലെങ്കിൽ നിങ്ങളുടെ FCRI ലൈസൻസ് എന്ന് പറയുന്ന ഒരു കാര്യത്തിന് പുതുക്കി കിട്ടിയില്ലെങ്കിൽ ആ സ്ഥാപനത്തിൻ്റെ സ്വത്തുക്കളും ആ സ്ഥാപനവും ഏറ്റെടുക്കാൻ ഗവൺമെൻറ്റിന് സാധിക്കും എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ക്ലോസ്. ഒരുപാട് തട്ടിപ്പുകൾ ഇത് കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുന്നില്ല. വലിയൊരു തോതിലുള്ള FCRI ഫണ്ടിങ് ആണ് ക്രിസ്ത്യൻ സഭകൾക്ക് ലഭിക്കുന്നത്. പക്ഷെ നമുക്കറിയാം, ക്രിസ്ത്യൻ സഭയിലെ യുവജനങ്ങൾ എന്ന് പറയുന്നത് നാടുവിടുകയാണ്. അവർക്ക് ഈ ഫണ്ടൊന്നും ലഭിക്കുന്നില്ല. അപ്പോൾ ഈ ഫണ്ടിൽ തടിച്ചു കൊഴുത്ത് വളരുന്നത് സഭകളല്ലേ? ശരിക്കും സഭകളും പിതാക്കന്മാരും അല്ലേ? അല്ല, അതിൻ്റെയൊക്കെ പിന്നിൽ ചില കാര്യങ്ങളുണ്ട്. പക്ഷേ FCRI റെഗുലേഷൻസ്, ഈ പറയുന്ന പോലെ FCRI ആക്ട് എന്ന് പറയുന്നത് ഒരു ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്റ്റാണ്. ആ ആക്ട് കോൺഗ്രസിൻ്റെയൊക്കെ ഭരണകാലത്ത് വളരെ മോശപ്പെട്ട രീതിയിലായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. ആരും കാശ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ലൈസൻസ് കിട്ടുമായിരുന്നു. നരേന്ദ്രമോദി ഗവൺമെൻറ് വന്നതിന് ശേഷം 30,000-ലധികം ഉണ്ടായിരുന്ന ലൈസൻസുകൾ ഇപ്പോൾ ഏതാണ്ട് 21,000 കുറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞൊരു 15,000-ഓളം ലൈസൻസുകൾ ഇന്ത്യ രാജ്യത്ത് തന്നെ ഇല്ലാതായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ യാഥാർത്ഥ്യമാണ്. പക്ഷേ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് മുസ്ലിം സഭകളുടെ, ക്രിസ്ത്യൻ സഭകളുടെയും അതുപോലെ ന്യൂനപക്ഷങ്ങളുടെയും കൺസേൺ അവിടെയാണ്. ആ കൺസേൺ എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇത്തരത്തിലുള്ളൊരു അമെൻമെൻറ്റ് കൊണ്ടുവന്നത് ഞങ്ങളെ ലക്ഷ്യമിട്ടാണ്, ഞങ്ങളെ തകർക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ രാജ്യത്തൊരു നിയമമില്ലേ, ആ നിയമപ്രകാരം ഇപ്പോഴും ഈ പറയുന്ന പോലെ എന്ത് ചെയ്യുന്നുണ്ട്, എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റൊക്കെ സ്വത്തുവകൾ കണ്ടുകിട്ടുന്നുണ്ട്. ആ കണ്ടുകിട്ടുന്നത് ചെയ്യുന്നതിന് പകരം നിങ്ങളുടെ ഒരു FCRI ലൈസൻസ് നിങ്ങൾക്കുണ്ട്. ആ ലൈസൻസ് എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ റദ്ദ് ചെയ്യപ്പെട്ടാൽ, ആ ലൈസൻസ് പുതുക്കിയില്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കണം, റിട്രോസ്പെക്റ്റീവ് എഫക്റ്റോടു കൂടി, അതായത് മുൻകാല പ്രാബല്യത്തോടു കൂടി നിങ്ങളുടെ സ്വത്തുക്കളെല്ലാം ഏറ്റെടുക്കാൻ കഴിയുമെന്നാണ്. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം എന്താ, ആ സ്വത്തുക്കളെല്ലാം ഏറ്റെടുക്കാൻ കഴിയുമെന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾക്കൊരു ഫണ്ട് വന്നു. ആ ഫണ്ട് വന്നപ്പോൾ നിങ്ങൾ 250 കോടി രൂപയുടെ ഒരു ബിൽഡിംഗ് ചെയ്തിട്ടുണ്ട്. ആ ബിൽഡിങ്ങിലേക്ക് 5 കോടി രൂപ നിങ്ങൾ ഈ ഫണ്ടിൽ നിന്ന് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ആ 250 കോടി രൂപയുടെ ബിൽഡിംഗ് ഗവൺമെൻറ്റിന് ഏറ്റെടുക്കാൻ കഴിയുമെന്നാണ്. ഇപ്പം ഇതിനൊക്കെ ആളുകൾ പറയുന്ന ഒരു കാര്യം എന്താണെന്നറിയാം, ഏറ്റവും വലിയ തമാശ, ഇതിന് കളവുള്ളത് കൊണ്ടല്ലേ സ്വാഭാവികമായിട്ടും അങ്ങനെ ആ ഒരു ഫണ്ട് പുതുക്കി, ഈ പറയുന്ന ലൈസൻസ് പുതുക്കി കിട്ടാൻ പ്രയാസപ്പെടുന്നത്. നിങ്ങളിപ്പോൾ ആലോചിക്കുന്നുണ്ടോ, ഇപ്പോഴുള്ള FCRI നിയമപ്രകാരം ഈ പറയുന്ന കളവോ അല്ലെങ്കിൽ തെറ്റായിട്ട് ഏതെങ്കിലും പണമോ ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ പിടിക്കപ്പെടൂലേ? പിടിക്കപ്പെടാനുള്ള നിയമം അതിനകത്ത് തന്നെ. അതിൽ ഒരുപാട് തട്ടിപ്പുകൾ നടക്കുന്നില്ല. ഇപ്പൊ ഈ പറയുന്ന പോലെ പലതരത്തിലുള്ള FCRI പണം വരുന്ന തട്ടിപ്പുകൾ നടക്കുന്നതുകൊണ്ടാണല്ലോ 36,000-ഓളം വരുന്ന ലൈസൻസുകൾ ഇപ്പൊ 21 ചുരുങ്ങിയത്. 15,000-ഓളം ലൈസൻസുകൾ ഗവൺമെന്റ് റദ്ദ് ചെയ്തു. നിങ്ങൾ അറിയേണ്ടത് മദർ തെരേസയുടെ പറഞ്ഞ ട്രസ്റ്റ് അടക്കമുള്ള ആളുകൾ, സിസ്റ്റം, അവരൊക്കെ ലൈസൻസുകൾ റദ്ദ് ചെയ്യപ്പെട്ടു. ഇവിടെ ആരെങ്കിലും ഏതെങ്കിലും വിഷമം പറഞ്ഞു? മദർ തെരേസ പോലും ചാൾസ് കിറ്റൻസിന്റെ കയ്യിൽ നിന്നൊക്കെ അല്ലേ ഫണ്ട് മേടിച്ചത്? അല്ല, ഞാൻ പറയുന്നത് എന്തുവായിക്കോ, ഈ ചാൾസ് കിറ്റൻസിന്റെ കയ്യിൽ നിന്ന് ഫണ്ട് മേടിച്ചു അല്ലെങ്കിൽ ബാക്കിയുള്ളതെന്ന് പറഞ്ഞാൽ രാജ്യദ്രോഹ പ്രവർത്തനം നടത്തി എന്നുള്ളത് തെളിയിക്കുകയും എങ്കിൽ അവരെ അറസ്റ്റ് ചെയ്ത് ജയിലിടുകയും വേണ്ടേ? നിങ്ങളിപ്പോൾ ഒരു സ്ഥാപനം നടത്തുന്നു, നിങ്ങൾ വിദേശത്തുനിന്ന് ഒരു ഫണ്ട് കൊണ്ടുവന്ന് ഇവിടെ മറ്റു പല പ്രവൃത്തികൾക്ക് വേണ്ടി ഉപയോഗിക്കണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ പോയി ജയിലിൽ കിടക്കണം. ആ ജയിലിൽ കിടക്കാനുള്ള നിയമം ഇന്ത്യയിലുണ്ട്. അതങ്ങനെ ആരെങ്കിലും പിടിച്ചാക്കിയിട്ടുണ്ടോ? ഇതിലുള്ള പ്രധാനപ്പെട്ട വിഷയം എന്ന് വെച്ചാൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഈ ശ്രീജിത്ത് പണിക്കരൊക്കെ വന്ന് ഏതോ ചാനലിലിരുന്ന് മറ്റേ വലിയ വാദത്തിൽ ഡയലോഗ് അടിക്കുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണിക്കരൊക്കെ അല്ലെങ്കിൽ തന്നെ ഈ മണ്ടത്തരം പറഞ്ഞ് ജനത്തെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അത് ഭക്ഷിക്കാൻ കുറേ സംഘപരിവാർ അനുകൂലികളുള്ളതുകൊണ്ട് കുഴപ്പമില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറയാം, FCRI നിയമവുമായി ബന്ധപ്പെട്ട് പറയുന്നത്, FCRIയുടെ ഈ പറയുന്ന പോലെ ഇത് ഏറ്റെടുക്കാൻ, ഇതുപോലെ ആളുകളൊക്കെ തെറ്റായിട്ടൊരു പണം കൊണ്ടുവന്നാൽ അത് ഏറ്റെടുക്കുന്നതിനെ കുറിച്ച് ഒരു ക്ലാരിറ്റി ഇല്ലായിരുന്നു എന്നാണ്. ആ ക്ലാരിറ്റി ഒക്കെ വരുത്തിക്കോ, നിങ്ങൾ അമെൻമെൻറ്റ് കൊണ്ടുവന്നോ, നമുക്ക് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുമില്ല. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, അങ്ങനെ ഒരു ലൈസൻസ് ക്യാൻസൽ ചെയ്യപ്പെടുകയോ ലൈസൻസ് പുതുക്കപ്പെടുകയോ ചെയ്യാതിരുന്നിട്ടുണ്ടെങ്കിൽ ആ സ്ഥാപനം ഒന്നടങ്കം നമുക്ക് ഏറ്റെടുക്കാമെന്ന് പറയുന്നതിൻ്റെ യുക്തി എന്താണ് എന്ന് നിങ്ങൾ വിശദീകരിച്ചു തന്നാൽ മതി. ഒന്ന്. ഇനി രണ്ടാമത്തൊരു കാര്യം, ഇതിൽ തന്നെ അടുത്തൊരു വാദം പറയാം ഞാൻ താങ്കളോട്. ഇത് ക്രിസ്ത്യൻ മൈനോറിറ്റി ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ല ഇവിടെ കൂടുതലുള്ളത്. 85% ഇതിനകത്തുള്ളത് ഈ പറയുന്ന പോലെ ഹിന്ദു മതവിഭാഗങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അല്ല, പറഞ്ഞു തന്നില്ല. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ, അങ്ങനെ ഇൻസ്റ്റിറ്റ്യൂഷനുകളാണ്. പക്ഷെ അവരുടെ ഭയം എന്താണ്, മൈനോറിറ്റി ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഭയം എന്താണെന്ന് ചോദിച്ചാൽ ഒറ്റ കാര്യമേ ഉള്ളൂ, ഇത്തരത്തിലുള്ള ഒരു നിയമം കൊണ്ടുവരുമ്പോൾ അത് ഞങ്ങൾക്കെതിരെ വെപ്പണൈസ് ചെയ്യപ്പെടുമോ, ഇതൊരു ആയുധമാക്കി ഉപയോഗിക്കപ്പെടുമോ എന്നുള്ളതാണ് പ്രശ്നം. അതേസമയം മാതാപ്രധാനത്തെയും മഠത്തിന് ആ പ്രശ്നമില്ല.
മനസ്സിലായി, ബാക്കിയുള്ളവർക്കൊന്നും ആ പ്രശ്നമില്ല. അല്ല, ഒരുപാട് ആരോപണങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്ത് വന്നിട്ടുണ്ടായിരുന്നല്ലോ അമൃതാനന്ദമയി മഠത്തെ അല്ല, ഞാൻ പറഞ്ഞത് മാതാമൃതാനന്ദമയി മഠമൊന്നും പ്രതിഷേധവുമായിട്ട് രംഗത്തേക്ക് വന്നിട്ടില്ല, വന്നിട്ടുള്ളത്. ബാബാ രാംദേവ്, അല്ല, ബാബാ രാംദേവ് അടക്കം ഈ സദ്ഗുരു അടക്കം മാതാമൃതാനന്ദമയി അടക്കം ഇത്തരത്തിലുള്ള ആളുകൾക്കൊക്കെ തന്നെ ട്രസ്റ്റുകളുണ്ട്. ഇന്ത്യയിൽ കൂടുതലുള്ളത് ഈ പറഞ്ഞ പോലെ ഹിന്ദു മതങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ട്രസ്റ്റുകളാണ്. അവയെ BJP ഗവൺമെന്റ് സമ്പൂർണ്ണമായിട്ട് ഒഴിവാക്കൂ, അവരെ സമ്പൂർണ്ണമായിട്ട് ഒഴിവാക്കൂ എന്നുള്ളതല്ല പ്രശ്നം. നാളെ അവരോട് ഇത്തരത്തിലുള്ള ഇത് ഒരു ആയുധമാക്കിക്കൊണ്ടുള്ള ശത്രുതാപരമായ നടപടി ഉണ്ടാകൂല എന്നുള്ളതാണ് അവരുടെ ധൈര്യം. അതുകൊണ്ടാണ് അവരാരും ഇതിൽ പ്രതിഷേധിക്കാറ്. ഹൈന്ദവ മത പറഞ്ഞുതരാം, അതിനൊരു പെർഫെക്റ്റ് എക്സാമ്പിൾ നമ്മുടെ കയ്യിലുണ്ട്. ഈ 2014 നരേന്ദ്രമോദി ഗവൺമെന്റ് വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ള സംഭവങ്ങൾ എന്താ? നമ്മുടെ മുമ്പിൽ ഒരു പെർഫെക്റ്റ് എക്സാമ്പിൾ ഉണ്ട്. അരവിന്ദ് കെജ്രിവാളിനെ പിടിച്ച് അകത്തിട്ടു. ശരിയാണോ അല്ലേ? ഈ പറയുന്ന PMLA ആക്ട്, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്, CBI ഇത്തരക്കാരെ ആളുകളെ എന്ത് ചെയ്തു? ഗവൺമെന്റ് ഒരു ആയുധമാക്കി ഉപയോഗിക്കുകയും PMLA ആക്ടിന്റെ കാര്യത്തിൽ അതുകൊണ്ട് മാത്രം എന്ത് ചെയ്തു? മാസങ്ങളോളം അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ കിടക്കേണ്ടി വന്നു. കാരണം ജാമ്യം പോലും കിട്ടിയില്ല. പകരം എന്ത് സംഭവിച്ചു? അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടി തകർന്നു, ഭരണത്തിൽ നിന്ന് മാറിപ്പോയി, അദ്ദേഹം യഥാർത്ഥത്തിൽ ഒറ്റപ്പെട്ടു പോയി, ഒരു മനുഷ്യൻ നിന്ന് കരയുന്നത് നമ്മൾ കണ്ടു. അതായത് ഈ BJP ഗവൺമെന്റ് കീഴിൽ, നരേന്ദ്രമോദി ഗവൺമെന്റ് കീഴിൽ ഇത്തരത്തിൽ, അതായത് PMLA ആക്ട് കൊണ്ടുവന്നപ്പോൾ എല്ലാവരും ചോദിക്കണേ, കള്ളപ്പണമില്ലാത്തവർ പേടിക്കേണ്ടെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്, കള്ളന്മാരല്ലാത്തവർ പേടിക്കേണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഏറ്റവും ഒടുവിൽ എന്ത് ചെയ്തു? ഒരു ഗവൺമെന്റ് പോളിസി എടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്തു? ഒരു മുഖ്യമന്ത്രിയെ പിടിച്ചകത്തിട്ടു, മനീഷ് സിസോദിയ എന്ന് പറയുന്ന മന്ത്രിയെ പിടിച്ചകത്തിട്ടു. അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകളെ പിടിച്ചകത്തിടുന്ന രീതിയിൽ വെപ്പണൈസായി ഇത് ഉപയോഗിക്കപ്പെടുമോ എന്നുള്ളതാണ്. അതിന് ഈ പറയുന്ന പോലെ പണിക്കരക്ക് ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് 85% ഹിന്ദുക്കളാണ്, തെറ്റാണ് നിങ്ങൾ പറയുന്നത്, പിന്നെ ഗവൺമെന്റ് ഒരു ക്ലാരിറ്റി വേണ്ട എന്നൊക്കെ ചോദിച്ചാൽ എന്തുകൊണ്ടാണ് അത്തരത്തിലുള്ള സിറ്റുവേഷൻ ഉണ്ടാകുന്നത്? ഗവൺമെന്റ് ആലോചിക്കണം. അല്ല, ഇത്ര ഒരു നടപടി അദ്ദേഹത്തിനെതിരെ ഗവൺമെന്റ് എടുത്തതിന് ശേഷവും തെരഞ്ഞെടുപ്പുകൾ നടന്നിട്ടുണ്ടാവുമല്ലോ, ഡൽഹിയിൽ നടന്നിട്ടുണ്ടല്ലോ തെരഞ്ഞെടുപ്പ്. എന്തുകൊണ്ടായിരിക്കും ജനങ്ങൾ അങ്ങനെ ഒരു വികാര പ്രകടനം കെജ്രിവാളിന് അനുകൂലമായി നടത്താതിരുന്നത്? ജനങ്ങൾ എന്ന് പറയുന്നതും ഇന്ത്യൻ ജനാധിപത്യം എന്നൊക്കെ പറയുന്നതും ലോകത്തിലെ ഏറ്റവും മഹത്തായ ജനാധിപത്യമാണ്. ഈ ജനാധിപത്യത്തിലുള്ള ഏറ്റവും വലിയ കുഴപ്പം എന്താണെന്നറിയാമോ? വോട്ട് രേഖപ്പെടുത്തുന്നവർക്കെല്ലാം വളരെ ലോജിക്കലി തിങ്ക് ചെയ്ത് വോട്ട് രേഖപ്പെടുത്തുന്ന ആളുകളാണെങ്കിൽ മാത്രമേ ഒരു ജനാധിപത്യം വിജയിക്കുള്ളൂ. മനസ്സിലായോ? മിക്കവാറും ആളുകൾ മറ്റു പല പ്രേരണകൾക്കും വശപ്പെട്ടാണ്. മനസ്സിലായോ? ഇപ്പോൾ ബീഹാറിൽ എങ്ങനെയാണ് 10,000 രൂപ കൊടുത്തപ്പോഴത്തേക്ക് വോട്ട് മാറിയെന്ന് നമ്മൾ കണ്ടു. അപ്പോൾ അത്തരത്തിലൊരു ഫ്രീ ബി പൊളിറ്റിക്സ്, അത് ആം ആദ്മി പാർട്ടി കൊണ്ടുവന്ന ഫ്രീ ബി പൊളിറ്റിക്സ് ആണെങ്കിലും അത്തരത്തിലുള്ള ഫ്രീ ബി പൊളിറ്റിക്സിന് വലിയ പ്രാമുഖ്യം കേരളത്തിലടക്കം ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ത്യ 50 വർഷം കോൺഗ്രസ് ഭരിച്ചതും ഇതേപോലെ തന്നെ ഇല്ലോജിക്കായിട്ട് ജനങ്ങൾ വോട്ട് ചെയ്തുകൊണ്ടാണ്. കോൺഗ്രസ് ഭരിച്ചത് ഇല്ലോജിക്കലായിട്ട് വോട്ട് ചെയ്തുകൊണ്ടല്ല. കോൺഗ്രസ് ഭരിച്ചത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യ ബ്രിട്ടീഷിന്റെ കീഴിൽ അടിമയായിരുന്ന ഒരു രാജ്യമായിരുന്നുകൊണ്ട് സ്വാതന്ത്ര്യം പ്രാപിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തൊരു പ്രസ്ഥാനം എന്നുള്ള നിലക്കുള്ള കൂറും സ്നേഹവും ഒരു തലമുറ പ്രകടമാകും. 50 വർഷത്തോളം ജനങ്ങൾ അങ്ങനെ പ്രകടമാകും തീർച്ചയായിട്ടും. കാരണം എന്താ വെച്ചാൽ അതിന് പകരമായിട്ടൊരു രാഷ്ട്രീയ പാർട്ടി ഉദയം ചെയ്ത് വന്നില്ല. ഇപ്പൊ BJPയുടെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ അവർക്ക് പകരം നിൽക്കാനുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി ഇല്ല. കാരണം രാഷ്ട്രീയ പാർട്ടികൾ എന്ത് ചെയ്തു? എല്ലാ സ്ഥലത്തുകളിലും ലോക്കലായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികളാണ് വന്നത്. ആ വന്നിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികളൊക്കെ തന്നെ നിങ്ങൾ അറിയേണ്ടത് ഈ പറയുന്ന പോലെ പല സ്ഥലങ്ങളിൽ, പല സ്റ്റേറ്റുകളിൽ മാത്രം ഒതുങ്ങിപ്പോയ പാർട്ടികളാണ്. അതൊക്കെ നമ്മൾ ചർച്ച ചെയ്യണമെങ്കിൽ വേറൊരു വിഷയമാണ്, ഇപ്പോൾ FCRയുടെ വിഷയമല്ല. മനസ്സിലായി? അതുകൊണ്ട് ചർച്ച ചെയ്യല്ല, വേണമെങ്കിൽ അടുത്തത് ചർച്ച ചെയ്യാം, എനിക്ക് വിഷയമില്ല. ഇപ്പം നമ്മൾ കോൺഗ്രസിൽ നിന്ന് വിട്ടുപോയ പാർട്ടികളല്ലേ ഉത്തർപ്രദേശിൽ മായാവതിയും BSPയും ഈ പറഞ്ഞ പോലെ, അതുപോലെ RJDയും ഈ പറഞ്ഞ പോലെ ലല്ലു പ്രസാദ് യാദവിൻ്റെയും സോഷ്യലിസ്റ്റ് ജനതാ പാർട്ടിയും എല്ലാ പാർട്ടികളും. അപ്പോൾ അത്തരത്തിലാണ് പാർട്ടികൾ വന്നത്. അതിനൊന്നും ഒരു നാഷണൽ മുഖമുണ്ടാക്കാൻ കഴിഞ്ഞില്ല. നാഷണൽ മുഖമുണ്ടായത് എപ്പോഴാണ്? ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ വന്നപ്പോൾ ജയപ്രകാശ് നാരായണന്റെ നേതൃത്വത്തിലാണ് അത്തരത്തിലുള്ളൊരു കാര്യം രൂപപ്പെടുന്നത്. അതും ഇവരുടെ പരിധികൾ വിട്ടുള്ള എക്സ്ട്രീം നടപടിയിലേക്ക് ആര് പോയതുകൊണ്ടാണ്? ഇന്ദിരാഗാന്ധി പോയതുകൊണ്ടാണ്. അപ്പൊ അതൊക്കെ വേറെ കാര്യമാണ്. ഇപ്പൊ ഇന്ത്യയിൽ സംഭവിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചാൽ, ഇന്ത്യയിൽ ഒരു നിയമം കൊണ്ടുവരുമ്പോൾ ആളുകൾ അതിനെ സംശയകരമായിട്ടാണ് നോക്കുന്നത്. അതിപ്പോ പൗരത്വ നിയമമാണെങ്കിലും FCR ആണെങ്കിലും ഈ ന്യൂനപക്ഷങ്ങൾ ഹിന്ദുത്വ പാർട്ടി കൊണ്ടുവരുന്നത് കൊണ്ട്, തീർച്ചയായിട്ടും BJP പോലൊരു ഹിന്ദുത്വ പാർട്ടി കൊണ്ടുവരുന്നത് കൊണ്ട് മാത്രമല്ല അവരുടെ ഇതേവരെയുള്ള നടപടികൾ സ്വീകരിക്കുന്ന അതാണ്. ഇപ്പൊ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. അമൃതാനന്ദമയിക്കെതിരെയും ബാബാ രാംദേവിനെതിരെയും ഒന്നും ഒരു നടപടികൾ ഉണ്ടാവുന്നില്ല. നേരെ മറിച്ചുകൊണ്ട് ക്രിസ്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെതിരെ വ്യാപകമായിട്ടുള്ള നടപടികൾ ഉണ്ടാവുന്നു. ഇതാണ് അവരുടെ ആശങ്ക. ക്രിസ്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷനെതിരെ മാത്രമല്ല, ക്രിസ്ത്യൻ മുസ്ലിം മൈനോറിറ്റി ഇൻസ്റ്റിറ്റ്യൂഷനുകൾക്കെതിരെയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ജനവിഭാഗങ്ങൾക്കോ വലിയ തോതിലുള്ള ഒരു ഈ പറഞ്ഞ പോലെ ഭീതി ഇന്ത്യയിൽ ഇപ്പം നിലനിൽക്കുന്നു എന്നുള്ളത് വാസ്തവമാണ്. അങ്ങനെ വാസ്തവമായിട്ട് ഉള്ളപ്പോഴാണ് ഇത്തരത്തിലൊരു നിയമം കൊണ്ടുവരുന്നത്. എന്നിട്ട് പറയുന്നു ഇത് 85%
വരുന്ന ഹിന്ദു ട്രസ്റ്റുകൾക്ക് കുഴപ്പമില്ല, പക്ഷെ നിങ്ങൾക്കാണ് കുഴപ്പമെന്ന് പറയുന്നതിന് പക്ഷേ ഇത് ക്രിസ്ത്യൻ ഭൂരിപക്ഷ സംസ്ഥാനങ്ങൾ ഭരിക്കുന്നതും BJP അല്ലേ? അരുണാചൽ പ്രദേശ്. ഞാൻ ചോദിക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള അല്ല, അതൊക്കെ വേറൊരു വേറൊരു ഈ പറയുന്ന പോലെ കാര്യവുമാണ്. അല്ല, സ്വാഭാവികമായിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇത്തരം ഈ ഗോവയിൽ എങ്ങനെയാണ് ഇവർ ഭരണമേറ്റെടുത്തത്? അല്ല, ഇത്തരം ഭീതിജനകമായിട്ടുള്ള ഒരു അന്തരീക്ഷം നിലനിൽക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഈ പറയുന്ന പോലെ ക്രിസ്ത്യൻ സഹോദരങ്ങൾ അരുണാചൽ പ്രദേശിലും ഗോവയിലും ഈ പാർട്ടിയെ തന്നെ അധികാരത്തിലേക്ക് എത്തിക്കുന്നത്? ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ രാഷ്ട്രീയത്തിൽ അധികാരത്തിലേക്ക് വരാൻ വേണ്ടിയിട്ട് മറ്റ് പല മാനിപ്പുലേഷൻസും നടത്താൻ ഇവർക്ക് കഴിയുന്നുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. അതിൻ്റെ പുറകിൽ പ്രതിപക്ഷ പാർട്ടികളുടെ വലിയ ദൗർബല്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം ഗോവയിൽ എന്താ സംഭവിച്ചത്? കോൺഗ്രസ് അല്ല, ഞാൻ പറഞ്ഞുതരാം. ഗോവയിൽ എന്താ സംഭവിച്ചതെന്ന് താങ്കൾക്കറിയോ? ഗോവയിൽ എന്താ സംഭവിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഗോവയിൽ യഥാർത്ഥത്തിൽ കോൺഗ്രസിന് അധികാരം കിട്ടിയിട്ട് പോലും കോൺഗ്രസിന് മന്ത്രിസഭ ഉണ്ടാക്കാൻ പറ്റിയില്ല. അതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ കോൺഗ്രസ് എത്രമാത്രം ദുർബലമാണെന്ന് അറിയണമെങ്കിൽ ഗോവയിൽ ഒരൊറ്റ എക്സാമ്പിൾ എടുത്താൽ മതി. കാരണം ഗോവയിൽ MLA-മാരാകാൻ പോകുന്ന ആളുകളെ മുഴുവൻ വിളിച്ചിട്ട് കോൺഗ്രസ് ചെയ്ത പണി എന്താണെന്ന് വെച്ചാൽ, ഹിന്ദുക്കളെ കൊണ്ടുപോയി അമ്പലത്തിൽ കൊണ്ടുപോയിട്ടും ക്രിസ്ത്യൻസിനെ കൊണ്ടുപോയി പള്ളിയിൽ കൊണ്ടുപോയിട്ടും മറ്റവരെ കൊണ്ടുപോയി മോസ്കിൽ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്തു? ഈ പറഞ്ഞാൽ പ്രതിജ്ഞ ഏൽപ്പിച്ചു. എന്ന് പറഞ്ഞാന്നറിയാമോ? ഞങ്ങൾ പാർട്ടി മാറൂലെന്ന്. എവിടെയെങ്കിലും കേട്ടിട്ടുണ്ട് ഇത്? എന്നിട്ട് ഏറ്റവും വലിയ പാർട്ടി മാറിയപ്പോൾ അവിടെയുള്ള നേതാവ് പറഞ്ഞ എന്താണെന്നറിയോ? ഞാൻ ഇന്നലെ രാത്രി ദൈവത്തോട് ചോദിച്ചു, അപ്പോൾ ദൈവം പറഞ്ഞു പാർട്ടി മാറിക്കോളാം. ഞാൻ ഒരു സംശയം ചോദിക്കുകയാണ്. അപ്പോൾ ഒരു ചെറിയ സംസ്ഥാനത്ത് പോലും സ്ഥിതി ഇതാണെന്നുണ്ടെങ്കിൽ, അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യ മൊത്തം BJP പാസ്സാക്കിയിട്ടുള്ള ഒരു നിയമത്തിനെതിരെ കോൺഗ്രസിന് എന്ത് ചെയ്യാൻ കഴിയും? ചെറിയ സ്ഥലത്ത് ഒരു തെറ്റ് കോൺഗ്രസിന് സംഭവിച്ചു എന്നുള്ളത് കൊണ്ട് ഇനി അവരൊരു ശരിയും ചെയ്യേണ്ട എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ഒന്ന്. ഇനി രണ്ടാമത്തെ എൻ്റെ ചോദ്യം, ഇത് ഈ FCR നിയമം അത്രത്തോളം ശക്തമാണെങ്കിൽ, ശരിയാണെങ്കിൽ, എന്തുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖറും കേരളത്തിലെ BJP ഈ പറഞ്ഞ ഷോൺ ജോർജും എന്താണ് അനൂപ് ആന്റണിയൊന്നും ശക്തമായിട്ട് ഇത് നല്ല നിയമമാണ്, ഇത് ഉറപ്പായിട്ട് പാസ്സാക്കണമെന്ന് പറയാത്ത എന്താ? അപ്പൊ PC ജോർജ് മാത്രം ബിഷപ്പിനെതിരെ പറഞ്ഞു. PC ജോർജ് പറഞ്ഞതിന്റെ തൊട്ട് അടുത്ത മണിക്കൂറുകളിൽ ഷോൺ ജോർജ് പറഞ്ഞു അത് പുള്ളിയുടെ അപ്പന്റെ അഭിപ്രായം അപ്പം മാത്രമാണ് പറഞ്ഞേക്കണം, ഞാനല്ലെന്ന് പറഞ്ഞു. കാരണം വെച്ചാൽ അത് പാലായി തോക്കും. ഞാൻ പറയണ അത്രേ ഉള്ളൂ കാര്യം. ഇപ്പൊ ഏറ്റവും ഒടുവിൽ എന്താണ് ഇത് പാർലമെന്റിൽ അവതരിപ്പിക്കാതെ മാറ്റിവെച്ചത്? പാർലമെന്റിൽ അവതരിപ്പിക്കാതെ മാറ്റിവെച്ചത് ഒറ്റ കാര്യം കൊണ്ടാണ്. കാരണം എന്ന് വെച്ചാൽ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നതുകൊണ്ടാണ്. തൽക്കാലത്തേക്ക് ഇതൊന്ന് പറഞ്ഞ് സെറ്റിൽ ചെയ്യണമെന്നുള്ളതുകൊണ്ടാണ്. മനസ്സിലായി? പക്ഷേ ഞാൻ ചോദിക്കുന്നത്, ഈ കന്യാസ്ത്രീയുടെ വിഷയത്തിലൊക്കെ കേരള BJP വളരെ ശക്തമായിട്ട് ഇടപെട്ടതായിരുന്നു. എന്നിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു വോട്ടും ക്രൈസ്തവ സമൂഹത്തിന്റെ വലിയ രീതിയിലുള്ള വോട്ടൊന്നും BJPക്ക് ലഭിച്ചില്ലല്ലോ. അല്ല, ക്രൈസ്തവ സമൂഹം ശരിക്കും യാഥാർത്ഥ്യം മനസ്സിലാക്കിയതുകൊണ്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, സൂരജ് എന്നെ എന്ത് ചെയ്യുന്നു, എന്നെ അറസ്റ്റ് ചെയ്യുന്നുണ്ട്, സൂരജ് എന്നെ എന്ത് ചെയ്യുന്നു, എനിക്ക് വേണ്ടി നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഞാൻ സൂരജിനെ വിശ്വസിക്കുക? പിന്നെ സൂരജിനെ അറസ്റ്റ് ചെയ്യാതിരുന്നപ്പോൾ അന്നത്തെ ആ ഒരു സംഭവവികാസത്തിൽ ഛത്തീസ്ഗഡിൽ ഒരു കോൺഗ്രസിന്റെ MLA-മാര് പോലും തയ്യാറായിരുന്നില്ല. ഛത്തീസ്ഗഡിൽ അവിടെ ആ കന്യാസ്ത്രീമാരെ വിഷയം മാറിപ്പോകുന്നുണ്ട്. എന്നിരുന്നാലും അന്ന് ഈ കോൺഗ്രസിന്റെ MLA-മാര് പോലും അതിനെതിരെ പ്രതികരിച്ചില്ല. ഛത്തീസ്ഗഡിലെ കോൺഗ്രസിന്റെ MLA-മാര് പോലും അതിനെതിരെ പ്രതികരിച്ചില്ല. ഛത്തീസ്ഗഡിലെ കോൺഗ്രസിന്റെ MLA-മാരെന്നല്ല, ഞാൻ അങ്ങോട്ട് സത്യം പറയാന്നേ, എനിക്ക് സത്യം പറയുന്നതിനൊരു മടിയില്ല. ഛത്തീസ്ഗഡിലെ കോൺഗ്രസിന്റെ MLA-മാരെന്നല്ല, നാഷണൽ ലെവലിൽ കോൺഗ്രസിന്റെ വലിയ നേതാക്കന്മാരൊന്നും വലുതായി പ്രതികരിച്ചില്ല. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, BJP ഇന്ത്യ കേരളത്തിൽ എന്റെ സ്റ്റേറ്റ്മെന്റ് പൂർത്തിയാട്ടെ, എന്റെ ചോദ്യം ചോദിച്ചു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നാഷണൽ ലെവലിൽ കോൺഗ്രസ് പോലും ഈ ഛത്തീസ്ഗഡ് മുതൽ ഈ പറയുന്ന പോലെ ഹിമാചൽ പ്രദേശ് മുതൽ ഉത്തരേന്ത്യയിൽ അടക്കമുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും വോട്ട് കിട്ടണമെങ്കിൽ ഒരു മൃദു ഹിന്ദുത്വ സമീപനം എടുക്കണം എന്നുള്ള രീതിയിലേക്ക് BJP ഇന്ത്യൻ രാഷ്ട്രീയത്തെ മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് അയോധ്യയിൽ ഈ പറയുന്ന പോലെ ബാബറി മസ്ജിദ് പൊളിച്ചതിനെ കേരളത്തിൽ നിന്ന് ഇവർ എതിർക്കുമ്പോൾ, കോൺഗ്രസ് എതിർക്കുമ്പോൾ, നാഷണൽ BJPയിലെ കമൽനാഥ് എന്ന് പറയുന്ന മധ്യപ്രദേശിൽ ഈ പറയുന്ന പോലെ മുഖ്യമന്ത്രി ആയിരുന്ന ആൾ പറയുന്നത്, ഞാനാണ് വെള്ളിയിഷ്ടിക കൊടുത്തുവിട്ടത്, ഞങ്ങളും രാമന്റെ അമ്പലത്തിന് വേണ്ടി പണിയെടുത്തിട്ടുണ്ടെന്നാണ്. അപ്പൊ അതുകൊണ്ട് കോൺഗ്രസ് എല്ലാ കാലത്തും കോൺഗ്രസും കേരളത്തിലെ കോൺഗ്രസും അല്ല, അത് കാപട്യമെന്ന് വേണമെങ്കിൽ വിളിക്കാം. ഈ പറഞ്ഞ പോലെ എന്ത് ചെയ്യാം, എന്ത് വേണമെങ്കിലും വിളിക്കാം. FCRയുമായി ബന്ധപ്പെട്ടുകൊണ്ടും കോൺഗ്രസ് ഈ കാട്ടിക്കൂട്ടുന്ന കോലാഹലങ്ങളെല്ലാം വെറും കാപട്യം മാത്രം. കോൺഗ്രസ് ഈ കാട്ടിക്കൂട്ടുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോൺഗ്രസ് ആണ് ഈ നിയമം കൊണ്ടുവന്നത്. FCRയുടെ കോൺഗ്രസ് ഇത് കൃത്യമായിട്ട്, ഞാൻ ഏറ്റവും ആദ്യം പറഞ്ഞു തുടങ്ങി എന്താ, കോൺഗ്രസ് ഇത് കൃത്യമായിട്ട് നടപ്പിലാക്കിയിരുന്നില്ല. കോൺഗ്രസിന്റെ കാലത്ത് വലിയ അഴിമതികളിലൂടെ FCR ലൈസൻസ് ഒരുപാട് പേര് നേടിയിരുന്നു എന്നാണ്. അതിനെതിരെ നരേന്ദ്രമോദി കൃത്യമായിട്ട് വന്ന് നടപടിയെടുത്ത് കുറേ കൂടി സ്ട്രിക്റ്റ് ആക്കി എന്നുള്ളതാണ്. ഇപ്പം നമ്മുടെ ഇവിടെ താറാവ് കച്ചവടക്കാരനായിരുന്ന KP യോഹന്നാൻ വരെ എന്ത് ചെയ്തിരുന്നു, 1300 കോടി രൂപ കൊണ്ടുവന്നതിന് FCR വയലേഷൻസ് നടത്തിക്കൊണ്ടാണ് കൊണ്ടുവന്നത്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഇന്ത്യയിലുണ്ടായിരുന്നു, പക്ഷേ നടപടിയെടുത്തു. പക്ഷേ പ്രധാനപ്പെട്ട വിഷയം എവിടെയാണെന്ന് വെച്ചാൽ ഒറ്റ വിഷയമുള്ളൂ, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും PMLA ആക്ടും ഒക്കെ എങ്ങനെയാണ് ഈ പറയുന്ന പോലെ ഉപയോഗിക്കപ്പെട്ടത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. ഉപയോഗിക്കുമ്പോൾ ആ കേസുകൾ എടുക്കുന്ന പൊളിറ്റീഷ്യൻസിൽ 96.3% ആളുകളും എങ്ങനെയാണ് ഈ പറയുന്ന പോലെ എതിർ രാഷ്ട്രീയക്കാരാകുന്നത് എന്നുള്ള ചോദ്യം നമ്മുടെ മുമ്പിലുണ്ട്. ഒന്ന്.
രണ്ടാമത്തത് ഈയിടെ അന്തരിച്ചു പോയിട്ടുള്ള അജിത് പവാർ അടക്കമുള്ള ആളുകൾ 30,000 കോടി രൂപയുടെ അഴിമതി എടുത്തെന്ന് ഇന്ന് BJP പറയുന്നു. നാളെ അയാൾ BJPയുടെ ഒപ്പം ചേരുന്നു. ഉടനെ തന്നെ എന്ത് ചെയ്തു? അയാൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറിന്റെ കേസ് ഇല്ലാതാകുന്നു. PMLA ആക്ട് പ്രകാരമുള്ള ഒരു പ്രശ്നവും ഇല്ലാതാകുന്നു. അയാൾ മഹാരാഷ്ട്രയുടെ ഉപമുഖ്യമന്ത്രിയെ മാറുന്നു. പിറ്റേ ദിവസം മുതൽ BJPക്കാർ പറയുന്നു അവർ നല്ലതാണെന്ന് പറയുന്നു. എന്ന് പറഞ്ഞാൽ അതിൽ ഒറ്റ വിഷയമുള്ളൂ. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരിക്കലും ഇല്ലാത്ത വിധം അന്വേഷണ ഏജൻസികളെയും ഇത്തരത്തിലുള്ള നിയമങ്ങളെയും അവരവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് BJP ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യം. അതിനാണ് പണിക്കർജിയൊക്കെ മറുപടി പറയേണ്ടത്. അല്ലാതെ ഈ പറയുന്ന പോലെ എന്താണ് വെറുതെ ഇരുന്നിട്ട് ഏഷ്യാനെറ്റൊക്കെ കൊടുക്കുന്ന സ്പേസിലിരുന്ന് വെറുതെ തള്ളുകയാണ്. അതിനെക്കുറിച്ച് മറ്റുള്ളവർ പഠിക്കാത്തതുകൊണ്ട് ഇവരെന്തോ സൂപ്പർ ഹീറോ ആണെന്ന് ആളുകൾക്ക് തോന്നുന്നതാണ്. ഒരൊറ്റ കാര്യമുള്ളൂ, 85% അത് ഞാൻ സമ്മതിക്കുന്നു, ഹിന്ദു ട്രസ്റ്റുകളാണ് ഇവിടെ ഉള്ളത്. പക്ഷെ അവർക്ക് പ്രശ്നമുണ്ടാവില്ല. അവർ ഭയമില്ലാത്തതിൻ്റെ കാരണം അവർക്കെതിരെ മതപരമായ ഒരു ട്രസ്റ്റ് എന്നുള്ള നിലക്ക് മാത്രം നടപടി ഉണ്ടാവില്ല. പക്ഷെ കുറ്റം ചെയ്താലേ നടപടി ഉണ്ടാവുള്ളൂ. പക്ഷെ ന്യൂനപക്ഷങ്ങളുടെ കാര്യത്തിൽ BJPയുടെ ഒപ്പം നിന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ നടപടിയും അതാണ്. അതായത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറിനെയും ഇൻകം ടാക്സിനെയും ഒക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിങ്ങളെ ഞങ്ങളുടെ രീതികൾക്കനുസരിച്ച് വഴക്കിയെടുക്കും എന്ന് പറയുന്ന ഭയമുണ്ടാവും. അപ്പൊ ഈ ബിഷപ്പുമാരൊക്കെ പ്രധാനമന്ത്രിയുടെ കേക്ക് സ്വീകരിക്കുന്നതിന്റെ കാരണവും അവരുടെ മനസ്സിൽ ഭയമുള്ളത് കൊണ്ടായിരിക്കും അല്ല? പ്രധാനമന്ത്രിയുടെ കേക്ക് സ്വീകരിക്കുന്നതൊന്നും കുഴപ്പമില്ല. അത് വരെ കുഴപ്പമില്ല. കാരണം അതിപ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എനിക്ക് തരാത്തതുകൊണ്ടാണ്, തന്നാൽ ഞാനും സ്വീകരിക്കും എന്ന് പറഞ്ഞ് എൻ്റെ നിലപാട് മാറണമെന്നൊന്നുമില്ല. ഇപ്പോൾ യൂസഫ് അലി ഒരുപാട് മാധ്യമ പ്രവർത്തകർക്ക് അണ്ടിപ്പരിപ്പും കിസ്മിസും ബദാമും ഒക്കെ കൊടുത്തേക്കുന്നുണ്ട്. കിട്ടിയ എല്ലാവരും മേടിക്കും. പക്ഷെ അതുമല്ല പ്രശ്നം നമ്മുടെ അഭിപ്രായം അതുകൊണ്ട് മാറുമോ എന്നുള്ളതാണ്. സ്നേഹത്തോടു കൂടി ഒരാൾ നമ്മളെ സ്വാധീനിക്കുന്നത് പോലും കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഭീഷണി കൊണ്ടും അന്വേഷണ ഏജൻസികൾ കൊണ്ടും എന്ത് ചെയ്യും വരും എന്നുള്ളതാണ്. കേരളത്തിൽ പോലും ചില BJPയുടെ നേതാക്കന്മാർ പറഞ്ഞിട്ടുണ്ട് EDയുടെ അന്വേഷണം വേണോ എന്ന് ചോദിച്ചിട്ടുണ്ട് ചില ആളുകളോട്, സിനിമാക്കാരോട്. അപ്പോൾ അത്തരത്തിൽ ഇത് ഞങ്ങളുടെ കയ്യിലെ കളിപ്പാവയാണ് എന്നുള്ള നിലക്ക് നാളെ നരേന്ദ്രമോദി ഉപയോഗിച്ചാലും പിണറായി വിജയൻ നാളെ എന്നോടും താങ്കളോടും വിളിച്ചോണ്ടിരിക്കുന്നത് അടുത്ത മുതൽ വീഡിയോ ചെയ്യുമ്പോഴത്തേക്കും എന്ത് ചെയ്യണം, എന്നെ അനുകൂലിക്കണോട്ടോ, അല്ലെങ്കിൽ വീട്ടിൽ വന്ന് പോലീസുകാർ ഇറങ്ങും എന്ന് പറഞ്ഞാൽ അത് തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. ആ ഭയമാണ് ഇതിൻ്റെ അടിസ്ഥാനം. അതാണ് ഇവിടെ ആരും പറയാത്തത്.